നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ ഒന്ന് പരിഗണിക്കുക. ടർബോ ഷൂട്ടിംഗ് പാക്കപ്പായി അടുത്ത മമ്മൂട്ടി സിനിമ, ഏറെക്കുറെ ഉറപ്പിച്ച മമ്മൂട്ടി സിനിമ, ഷൂട്ടിംഗ് തുടങ്ങുന്ന സിനിമ മമ്മൂട്ടി മഹേഷ് നാരായൺ സിനിമയാണ്. മഹേഷ് നാരായൺ എന്ന് പറയുന്ന ഡയറക്ടറെ നമുക്കറിയാം. അദ്ദേഹം ഒരുപാട് ഗംഭീര സിനിമകൾ ചെയ്തിട്ടുള്ളതാണ്. മികച്ച എഡിറ്ററാണ്, ഗംഭീര എഡിറ്ററാണ്. കമലഹാസൻ സിനിമകളിൽ പോലും എഡിറ്റ് ചെയ്യുന്ന ആദ്യം എഡിറ്ററായിട്ടാണ് അദ്ദേഹം വന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഗംഭീര എഡിറ്ററാണ്. വിശ്വരൂപം ഒക്കെ എഡിറ്റ് ചെയ്തേക്കുന്ന കക്ഷിയാണ്. കമലഹാസൻ്റെ ഏറ്റവും പ്രിയ എഡിറ്ററിൽ ഒരാളാണ് അദ്ദേഹം. സംവിധാനമായപ്പോഴും ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ ഗംഭീര സിനിമ നമുക്ക് നൽകിയതാണ്. അങ്ങനെ നല്ല സിനിമ, മാലിക് പോലുള്ള സിനിമകൾ നമുക്ക് തന്നതാണ്. അറിയിപ്പ് പോലുള്ള സിനിമകൾ ചെറിയ ക്യാൻവാസിലാണ് ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകൾ ചെയ്തതാണ്. മലയും കുഞ്ഞ് എനിക്ക് പേഴ്സണലായിട്ട് വലിയ ഇഷ്ടം തോന്നിയ സിനിമയല്ല, എന്നാൽ പോലും അത്യാവശ്യം ഗംഭീര ഒരു സംവിധായകനാണ്, നല്ല എഡിറ്റർ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത പടത്തിൽ മമ്മൂട്ടി നായകനാണ്. ആ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയവർ അഭിനയിക്കുന്നു. ഇവർ രണ്ടുപേരും നിർമ്മിക്കുന്നു. ആൻഡോ ജോസഫും മഹേഷ് നാരായൺ, ഇവർ 4 പേര് ചേർന്നാണ് ഈ പടം നിർമ്മിക്കുന്നത്. ഇതിനകത്ത് ഫഹദ് ഫാസിലും കുഞ്ചാക്കോവനും അഭിനയിക്കുന്നുണ്ട്. ഒരു മൾട്ടി സ്റ്റാർ പടമായിട്ടാണ് വരുന്നത്. ഈ പടത്തിൻ്റെ ഒരു ജോണർ കഴിഞ്ഞ ദിവസം കേട്ടത്, ഞാൻ അറിഞ്ഞ ഒരു ജോണർ കേട്ടത്, ഇതൊരു ആക്ഷൻ ത്രില്ലർ സിനിമ എന്നുള്ള രീതിയിലാണ്. കാരണം ഷൂട്ടിംഗ് ഒക്കെ വെളിയിലാണ്, ഏറെക്കുറെ അത്യാവശ്യം ഷൂട്ടിംഗ് ഉള്ളൊരു സിനിമയാണ്. പക്ഷേ അത് ആക്ഷൻ ത്രില്ലറാണ്. പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത് പൊതുവേ നമ്മളൊരു ഊഹം പറയുന്നതാണ് ഈ ഒരു കാര്യത്തിൽ. സാധാരണ പൊതുവേ മാലിക്കിലും ഒക്കെ സ്കോർ ചെയ്തത് സുഷീൻ ശ്യാമാണ്. എനിക്ക് തോന്നുന്നു ഫഹദിനൊക്കെ ഇഷ്ടപ്പെട്ട ഒരാളാണ്. വരത്തനകത്തും സുഷീൻ ശ്യാമാണ്. ഫഹദ് പ്രൊഡ്യൂസറാകുമ്പോൾ സുഷീൻ ശ്യാം ബാക്ക്ഗ്രൗണ്ട് സ്കോറോട് ചെയ്താൽ ചിലപ്പം അവരതായിരിക്കും ചൂസ് ചെയ്യുന്നതാണ്. ഇപ്പം തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് മാറി. ഇപ്പോൾ സുഷീൻ ശ്യാമുള്ള പടങ്ങൾ ഹിറ്റെന്നുള്ള രീതിയിലോട്ട് മാറി, ഒരു ഹീറോയെക്കാട്ടി കൂടുതൽ മാറി. അന്നേരം സുഷീൻ ശ്യാം ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരാം. എന്തായാലും ഈ പടം ഒരു ആക്ഷൻ ത്രില്ലർ ഗണത്തിൽ പെടാവുന്ന സിനിമയാണ്. കാരണം പ്രതീക്ഷയുള്ളൊരു സിനിമയായിരിക്കും. കാരണം മഹേഷ് നാരായൺ മമ്മൂട്ടി ഒന്നിക്കെന്ന് പറയുന്ന ഒരു സിമ്പിളായിട്ടൊരു കാര്യമല്ല. കാരണം മഹേഷ് നാരായൺ ഇടയ്ക്കൊരു കമലഹാസനെ വെച്ച് ഒരു സംവിധാനം ചെയ്യുന്ന ഒരു പ്രോജക്റ്റൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നീട് ഉപേക്ഷിച്ചു. ഇനി ആ സിനിമയാണോ ഈ സിനിമ എന്നൊക്കെ പിന്നീട് നമുക്ക് അറിയാൻ പറ്റും. എന്നാൽ ഏപ്രിൽ ലാസ്റ്റിലേക്ക് ഷൂട്ടിങ് ഈ സിനിമയുടെ തുടങ്ങും. കാത്തിരിക്കാം, നല്ല സിനിമകൾ ഉറപ്പായിട്ടും വരട്ടെ. ഇപ്പം ഈ ഫെബ്രുവരിയൊക്കെ വസന്തകാലമാണ്. മലയാള സിനിമയുടെ സുവർണ്ണ ലിപികളിൽ എഴുതപ്പെട്ടതാണ്. നല്ല ഗംഭീര സിനിമകൾ വരട്ടെ എന്ന് നമുക്ക് 100% വിശ്വസിക്കാം. അങ്ങനെയുള്ള സിനിമകൾ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ്.